കൂനമുച്ചയിൽ ഇലക്ട്രിക് ജോലിക്കിടെ യുവാവിന് ദാരുണാന്ത്യം. ചെമ്മണ്ണൂർ മമ്പറമ്പത്ത് പരേതനായ വിജയന്റെ മകൻ 21 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. ഷോക്കേറ്റാണ് മരണമെന്ന് പ്രാഥമിക നിഗമനം. കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ ബുധനാഴ്ച നടക്കുന്ന വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ഇലക്ട്രിക് ജോലികൾക്കിടെയാണ് വിപിന് ദാരുണാന്ത്യമുണ്ടായത്. സ്കൂളിന്റെ മുൻവശത്തെ ഇരുമ്പ് തൂണിൽ ലൈറ്റ് കെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടെ നിലവിളിയോടെ വിപിൻ മറിഞ്ഞു വീഴുകയായിരുന്നു. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. അലുമിനിയത്തിന്റെ കോണിയിൽ നിന്നാണ് വിപിൻ ജോലി ചെയ്തിരുന്നത്. ഈ സമയം യാസിൻ എന്ന സഹപ്രവർത്തകൻ കോണി പിടിച്ച് താഴെ നിൽക്കുകയായിരുന്നു. ശാരീരിക അസ്വസ്ഥത തോന്നുന്നുണ്ടെന്ന് വിപിൻ ഇയാളോട് പറഞ്ഞതിനെ തുടർന്ന് വിപിനോട് താൻ കയറിക്കൊള്ളാം എന്ന് യാസിൻ പറയുകയും ചെയ്തു. എന്നാൽ അത് കേൾക്കാതെ വിപിൻ തന്നെ കയറി ജോലി ചെയ്യുന്നതിനിടെയാണ് ഇയാൾ നിലവിളിച്ച് വീണത്. ജോലി ചെയ്യുന്നതിനിടെ വീഴാതിരിക്കാൻ ഇരുമ്പ് തൂണിനുള്ളിലൂടെ കാല് കടത്തി ലോക്കിട്ടിരുന്നതിനാൽ നിലത്തേക്ക് വീഴാതെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇതിനിടെ വിപിൻ ഛർദ്ദിച്ചതായും പറയുന്നു. കൂടെ ഉണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് ഇയാളെ ഇരുമ്പ് തൂണിൽ നിന്ന് ഇറക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിക്കാതെ വന്നതോടെ ഗുരുവായൂർ പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തി വിപിനെ താഴെ ഇറക്കി CPR നൽകിയ ശേഷം പോലീസ് ജീപ്പിൽ ചുണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം ഗുരുവായൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി, കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി ചെയർമാൻ T. സോമശേഖരൻ, കൌൺസിലർ OG ബാജി, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, അംഗങ്ങളായ സാഫിർ ആസീസ്, ആൻലി ജിബിൻ, ജോൺ കാക്കുശ്ശേരി, സിമി സ്റ്റെൽസൺ തുടങ്ങിയവർ ആശുപത്രിയിലെത്തിയിരുന്നു. ഗുരുവായൂർ പോലീസിന്റെയും KSEB ഇൻസ്പെക്ടറേറ്റിന്റെയും കൂനമുച്ചി സെക്ഷന്റെയും ഉദ്യോഗസ്ഥരും സ്കൂളിൽ പരിശോധന നടത്തി. അപകടം സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ബുധനാഴ്ച നടക്കാനിരുന്ന സ്കൂൾ വാർഷികം അധികൃതർ മാറ്റിവെച്ചു.